കെ ജെ ജേക്കബ്, നോക്കൂ, കേരളത്തിലെ ഇപ്പോൾ വടകരയിൽ പ്രത്യേകിച്ച് ഷാഫി പറമ്പലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി മുസ്ലിം കൺസോൾട്ടേഷനാണ് ശ്രമിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം മറുഭാഗത്ത് നിന്ന് വരുന്നു. മറുഭാഗത്ത് ഈഴവ കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നു എന്നുള്ള വിലയിരുത്തൽ വേറെ വരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഒരുപക്ഷെ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോയി എന്ന് നമുക്ക് നിരീക്ഷിക്കാൻ കുറച്ചുകൂടി സഹായകരമാവുക ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ്. കെ ജേക്കബ്, അപ്പോൾ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ബോർഡർ ലൈൻ കടന്നോ? നികേഷ്, അതിനു മുമ്പ് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവന അങ്ങേയറ്റം വളച്ചൊടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അത് സെറ്റിൽ ചെയ്യണം. ആ ചർച്ചയിൽ വേണമെങ്കിൽ ഞാനും കൂടാം. അതല്ലാതെ ഇത്തരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിഭവങ്ങൾ വീതം വെക്കുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ദളിതരേക്കാൾ മോശമാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്നുള്ള റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് പിന്നോക്കക്കാർക്ക്, ദളിതർക്ക് പ്രത്യേകിച്ച് പിന്നോക്കക്കാർക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വിഭവങ്ങളുടെ മേൽ ആദ്യ അവകാശമുണ്ട് എന്ന് പറഞ്ഞത് അതിനെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാക്കി മാറ്റി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാര്യം നിങ്ങൾ ക്ലാരിറ്റി വരുത്തണം പിന്നെ ഈ ചർച്ചയുടെ എവിടെയെങ്കിലും. അതല്ലാതെ ബി ജെ പിക്കാർക്ക് ഇങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ പറഞ്ഞതിനെ വളച്ചൊടിക്കാനുള്ള അവകാശം നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അത് അതിഭയങ്കരമായ തെറ്റിദ്ധരിപ്പിക്കലായിരിക്കും നിങ്ങളുടെ പ്രേക്ഷകരോട് ചെയ്യുന്നത്. രണ്ടാമത് നിങ്ങൾ ചോദിച്ച ചോദ്യം, ഞാൻ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് സാധാരണഗതിയിൽ എന്നെ സംബന്ധിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അതിലൊരു വലിയ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ കണ്ടിരുന്നില്ല. പക്ഷേ ഞാൻ ഇന്നലെ നമ്മൾ ഈ റിസൾട്ടിൻ്റെ പെർസെൻറ്റേജുകൾ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മൾ വളരെ പെട്ടെന്ന് കാണുന്നത് ചില മണ്ഡലങ്ങളിൽ വലിയ എണ്ണത്തിൻ്റെ കുറവ്. ഞാൻ വടകരയിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല, വടകരയെ കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിലൊരു പാറ്റേൺ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് ഈ ചില മണ്ഡലങ്ങളിൽ വോട്ടുകൾ വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു UDFൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ എളുപ്പം കോൺഗ്രസ്സുകാർ അതിനെ തള്ളിക്കളയുക എന്നുള്ളത് രാഷ്ട്രീയപരമായി വിവേകമായിരിക്കില്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ കണ്ണിൽ ആദ്യം പെട്ട വോട്ട് എന്നുള്ളത് പൊന്നാനിയിലെ വോട്ടാണ്. ഇപ്പം നമുക്കറിയാം CAA എന്ന് പറയുന്നത് അതൊരു വെറും ഒരു ബില്ലല്ല. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യങ്ങളെ ഒന്നാകെ അട്ടിമറിക്കുന്ന ഒരു കാടൻ നിയമമാണത്. തുല്യത എന്ന് പറയുന്ന ഇന്ത്യയുടെ ടെറിട്ടറിക്കകത്ത് എല്ലാ പൗരന്മാർക്കും നിയമത്തിൻ്റെ തുല്യമായ സംരക്ഷണം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 14 അട്ടിമറിയാണ് CAA എന്ന് പറയുന്ന നിയമം. അങ്ങനെയാണ് നമ്മൾ BJP-ക്കാരൊഴികെയുള്ള ഇന്ത്യയിലെ അധികം മനുഷ്യരും കണക്കാക്കുന്നത്. അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ കേസുള്ളത്. ആ നിയമം അവിടെ വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള നിയമങ്ങളും ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനയിലെ ഏത് തരം സംരക്ഷണവും അട്ടിമറിക്കപ്പെടാം എന്ന് ഉറപ്പുള്ള മനുഷ്യർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ നോക്കും, പൊന്നാനിയിൽ മനുഷ്യർ വോട്ട് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ പൊന്നാനിയിലെ മനുഷ്യർക്ക് എന്താ വോട്ട് ചെയ്താൽ അവരെന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല? കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് പൊന്നാനിയിലെ മനുഷ്യർ വോട്ട് ചെയ്തില്ല? എനിക്കതിന് മറുപടി എന്നുള്ളത് പൊന്നാനിയിലെ മനുഷ്യരെ കൺവിൻസ് ചെയ്യാൻ UDFന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കണ്ണൂരെ തിരഞ്ഞെടുപ്പ്, കണ്ണൂർ നോക്കൂ. കണ്ണൂർ ഏറ്റവും കൂടുതൽ പോൾ ചെയ്ത നിയോജകമണ്ഡലമാണ് കണ്ണൂർ ലോക്സഭയിൽ. അവിടെ ഇരിക്കൂറും പേരാവൂരുമാണ് ഏറ്റവും കുറവ് വോട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വൻതോതിൽ വോട്ട് കുറഞ്ഞു. ഇരിക്കൂറും പേരാവൂരും UDFൻ്റെ MLA-മാരുള്ള UDFന് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. അവിടെ എങ്ങനെയാണ് UDFന് വോട്ട് കുറഞ്ഞത്? കാസർഗോഡ് ജില്ലയിൽ, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് കുറഞ്ഞ നിയോജക മണ്ഡലങ്ങൾ UDFന് വോട്ട് കിട്ടുന്ന മണ്ഡലങ്ങളാണ്, അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് സത്യത്തിൽ LDFും UDFും ഉള്ളത്. ഇതിൻ്റെ അകത്ത് നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കണമെന്നുള്ള കാര്യത്തിൽ ഈ രണ്ട് കൂട്ടരും ഒരേപോലെ രാഷ്ട്രീയപരമായി കമ്മിറ്റഡാണ്. എന്തുകൊണ്ട് UDFന് അവരുടെ അനുയായികളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ചോദ്യം UDF പറയേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഇപ്പം കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ അതിനെ വ്യാഖ്യാനിച്ച് തള്ളാം. പക്ഷേ വോട്ട് പെട്ടി തുറക്കുമ്പോൾ എന്തുകൊണ്ട് UDFൻ്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള UDFൻ്റെ കേന്ദ്രങ്ങളിൽ എന്തുകൊണ്ട് ഈ അലംഭാവം, വോട്ടർമാർക്ക് ഒരു മന്ദിപ്പുണ്ടായി എന്നുള്ളതിന് സംഘടനാപരമായിട്ടുള്ള വേണ്ട വിധത്തിൽ ചലിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ എന്നത് പെട്ടി തുറക്കുമ്പോൾ മറുപടി പറയേണ്ടി വരും. നിസാർ തലകര, സംഘടന അല്ലല്ല, ഒറ്റ കാര്യം അത് സംഘടനാപരമല്ല, അത് രാഷ്ട്രീയപരമാണ്.
എന്നുവെച്ചാൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്ന വിധത്തിലേക്ക് ഉത്തേജിപ്പിക്കാൻ അവരെ ഊർജ്ജസ്വലമാക്കാൻ പറ്റിയില്ല. അവർ വന്നോളും, പക്ഷെ അവർക്ക് വരാൻ രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അതിന് സാധിച്ചില്ല എന്നുള്ളത് ശരി. Debate with MV Nikesh Kumar.